ബാക്കിയുള്ളവരെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ രീതി കുറച്ചാണ് പാടുന്നത്. എന്തായാലും നോക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തി പാടും. നമ്മളതിൻ്റെ ഇടയിൽ ചെറിയ ഉറക്കം പോകാൻ വേണ്ടിയിട്ടുള്ള ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തമാശകൾ പറയുമ്പോൾ അതിനിടയിലൊക്കെയും നമ്മൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ വാഴ്ത്തി പാടുകയാണ്, ഓർക്കുകയാണ് അല്ലെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബുർദയും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അതിനോട് കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സ്നേഹിച്ച ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ ഒരു മടി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉമറിനെ കുറിച്ചുള്ള സുന്ദരമായ ഒരു ഗാനം ഇൻഷാ അല്ലാഹ് സുന്ദരമാകുമോ എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ, ഖലീഫ തന്റെ ചരിതം ഈണത്തിൽ പാടിടാം ഞാനും സഹോദരെ, കേട്ടിടുക ശകലം. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ, ഖലീഫ തന്റെ ചരിതം ഈണത്തിൽ പാടിടാം ഞാനും സഹോദരെ, കേട്ടിടുക ശകലം. അന്നൊരു നാൾ ഖലീഫ ഉമർ താൻ സഞ്ചരിപ്പാനിറങ്ങി, അവിടത്തെ തന്റെ പ്രജകളുടെ സ്ഥിതി കണ്ടറിവാൻ കറങ്ങി. അന്നൊരു നാൾ ഖലീഫ ഉമർ സഞ്ചരിപ്പാനിറങ്ങി, അവിടത്തെ തന്റെ പ്രജകളുടെ സ്ഥിതി കണ്ടറിവാൻ കറങ്ങി. അങ്ങനെ പോകുന്ന നേരം ഖലീഫ ഉമർ തൻ കാണുകയായി, അങ്ങകലത്തെ ആ കുന്നിൻ ചെരുവിൽ ചെറിയൊരു കൂരയതാ. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ, ഖലീഫ തന്റെ ചരിതം ഈണത്തിൽ പാടിടാം ഞാനും സഹോദരെ, കേട്ടിടുക ശകലം. അപ്പുര തന്നിൽ അരണ്ട വെളിച്ചം പരന്നു ഖലീഫ കണ്ടു. ആ വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം ഉയർന്നിടുന്നു. അവിടത്തിൽ ചെന്ന് ഉമർ താൻ വാതിൽക്കൽ മുട്ടി വിളിച്ചിടുന്നു. ആരാണ കൂരയിൽ വാഴുന്നറിയുവാൻ ജിജ്ഞാസയേറിടുന്നു. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ,